നമസ്കാരം. വാർത്തകളും വിശേഷങ്ങളുമായി സൗത്ത് വിഷൻ ന്യൂസിലേക്ക് സ്വാഗതം. ഇന്നത്തെ പ്രധാന സംഭവ വികാസങ്ങളിലേക്ക്. പോക്സോ കേസിൽ 39-കാരനായ അമ്മയുടെ സുഹൃത്ത് പിടിയിൽ. പുനലൂർ വെഞ്ചേമ്പ് സ്വദേശി സജീറിനെയാണ് അറസ്റ്റ് ചെയ്തത്. പെൺകുട്ടിയുടെ പരാതിയിൽ മലപ്പുറത്തു നിന്നുമാണ് ഇയാൾ പിടിയിലായത്. കഴിഞ്ഞ ദിവസത്തെ സമരത്തെ തുടർന്ന് നൽകിയ ഉറപ്പുകൾ പാലിച്ചില്ലെന്നും പരാതി. പുനലൂർ KSRTC ഡിപ്പോയിൽ കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ വീണ്ടും പ്രതിഷേധം. കഞ്ചാവുമായി യുവാവ് അറസ്റ്റിൽ. കൊട്ടാരക്കര കുമ്മൾ മങ്കാട് സ്വദേശി സച്ചിനാണ് അറസ്റ്റിലായത്. 1.451 കിലോഗ്രാം കഞ്ചാവ് പിടിച്ചെടുത്തു. പുറമ്പോക്കിൽ മുറിച്ചിട്ട തടികൾ നശിക്കുന്നു. മലയോര ഹൈവേയിൽ പുനലൂർ അടുക്കളമൂലയ്ക്കും ചുടുകട്ടയ്ക്കും മധ്യേ വഴിയരികിലാണ് മരങ്ങൾ നശിക്കുന്നത്. സമയബന്ധിതമായി ലേലം ചെയ്ത് വിൽക്കാൻ നടപടിയുണ്ടാവാത്തതാണ് തടികൾ നശിക്കാൻ കാരണം. വിശദമായ വാർത്തകളിലേക്ക്. പ്രായപൂർത്തിയാകാത്ത പെൺകുട്ടിയെ പീഡിപ്പിച്ച 39-കാരനായ അമ്മയുടെ സുഹൃത്ത് പോലീസിന്റെ പിടിയിൽ. പുനലൂർ വെഞ്ചേമ്പ് വാളാങ്കോട് തടത്തിൽ വീട്ടിൽ സജീറിനെയാണ് അറസ്റ്റ് ചെയ്തത്. സജീർ പെൺകുട്ടിയുടെ അമ്മയുമായി 10 വർഷം മുമ്പ് അടുപ്പത്തിലാവുകയും ഒരുമിച്ച് താമസിച്ചു വരികയുമായിരുന്നു. പോക്സോ കേസിലാണ് അമ്മയുടെ സുഹൃത്തായ 39-കാരനെ പുനലൂർ പോലീസ് അറസ്റ്റ് ചെയ്തത്. വെഞ്ചേമ്പ് വാളാങ്കോട് തടത്തിൽ 39-കാരനായ സജീറാണ് അറസ്റ്റിലായത്. ഇയാൾ പെൺകുട്ടിയെ ലൈംഗികമായി ഉപദ്രവിക്കുകയും സ്വകാര്യ ചിത്രങ്ങൾ പകർത്തി പലയിടങ്ങളിൽ കൊണ്ടുപോയി പീഡനത്തിന് ഇരയാക്കുകയും ചെയ്തതായി പോലീസ് പറഞ്ഞു. പെൺകുട്ടി വിവാഹം കഴിക്കണമെന്ന ആവശ്യമുന്നയിച്ച് പെൺകുട്ടിയുടെ ബന്ധുക്കൾക്ക് സ്വകാര്യ ചിത്രങ്ങൾ അയച്ചു നൽകിയതിനെ തുടർന്നാണ് പോലീസിൽ പെൺകുട്ടി പരാതി നൽകിയത്. 4 വർഷങ്ങളായി പെൺകുട്ടിയെ ഇയാൾ പീഡിപ്പിക്കുകയായിരുന്നു. പെൺകുട്ടിയുടെ മൊഴിയുടെ അടിസ്ഥാനത്തിലാണ് കേസെടുത്തത്. പെൺകുട്ടി പരാതി നൽകിയതിനെ തുടർന്ന് ഒളിവിൽ പോയ സജീറിനെ ചൊവ്വാഴ്ച മലപ്പുറത്തു നിന്നുമാണ് പോലീസ് പിടികൂടിയത്. ന്യൂസ് ബ്യൂറോ, പുനലൂർ. പുനലൂർ KSRTC ഡിപ്പോയിലെ ഉപയോഗശൂന്യമായ ശുചിമുറികൾ കാരണം ദുരിതത്തിലായി യാത്രക്കാർ. ബസ് സ്റ്റാൻഡിലെത്തുന്ന യാത്രക്കാർക്ക് പ്രാഥമിക ആവശ്യങ്ങൾക്ക് സൗകര്യമില്ല. ഉപയോഗരഹിതമായ ശുചിമുറികൾ അധികൃതർ ബാരലുകൾ ഉപയോഗിച്ച് അടച്ചിരിക്കുകയാണ്. ശുചിമുറികൾ ഇല്ലാത്തതാണ് പുനലൂർ KSRTCയിലെത്തുന്ന യാത്രക്കാർക്ക് ദുരിതമായി മാറുന്നത്. ഉപയോഗരഹിതമായ ശുചിമുറികൾ ബാരലുകൾ ഉപയോഗിച്ച് അധികൃതർ അടച്ചിരിക്കുകയാണ്. ഇതിനാൽ ശുചിമുറിയുടെ പരിസരങ്ങളിലാണ് ചിലർ പ്രാഥമിക ആവശ്യങ്ങൾ നിറവേറ്റുന്നത്. ദുർഗന്ധം മൂലം ഇതുവഴി പോകാൻ കഴിയാത്ത സാഹചര്യമാണ് നിലനിൽക്കുന്നത്. സ്ത്രീകൾ ഉൾപ്പെടെയുള്ള യാത്രക്കാർ ഏറെ ബുദ്ധിമുട്ടാണ് നേരിടുന്നത്. മഴക്കാലമായതുകൊണ്ട് തന്നെ ഗുരുതരമായ രോഗഭീഷണിയും നിലനിൽക്കുന്നു. ശുചീകരണ പ്രവർത്തനങ്ങൾ നടത്തുന്ന കാര്യത്തിൽ നഗരസഭയാകട്ടെ യാതൊരു നടപടിയും സ്വീകരിക്കുന്നില്ല. ശുചിത്വ കേരളം എന്ന് പറയുമ്പോഴും പുനലൂർ നഗരസഭയാകമാനം ദുർഗന്ധം വമിക്കുകയാണ്. ശുചിമുറികൾ വൃത്തിയാക്കി ഉപയോഗയോഗ്യമാക്കണമെന്ന ആവശ്യമാണ് യാത്രക്കാർ ഉന്നയിക്കുന്നത്. ന്യൂസ് ബ്യൂറോ, പുനലൂർ. കായംകുളം നഗരസഭയിലേക്ക് BJP പ്രവർത്തകർ മാർച്ച് നടത്തി. അംഗനവാടി നിയമനത്തിൽ ക്രമക്കേട് ആരോപിച്ചും ശുചിമുറി മാലിന്യ സംസ്കരണ പ്ലാന്റ് വാങ്ങിയതിലെ അഴിമതിക്കെതിരെയുമാണ് മാർച്ച് നടത്തിയത്. BJP കായംകുളം ടൗൺ തെക്കൻ മേഖലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിലാണ് മാർച്ച് സംഘടിപ്പിച്ചത്. കായംകുളം നഗരസഭയിലെ അംഗനവാടി നിയമനത്തിൽ ക്രമക്കേട് ആരോപിച്ചും ശുചിമുറി മാലിന്യ സംസ്കരണ പ്ലാന്റ് വാങ്ങിയതിൽ അഴിമതി ആരോപിച്ചുമാണ് BJP കായംകുളം ടൗൺ തെക്കൻ മേഖലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ നഗരസഭയിലേക്ക് മാർച്ച് നടത്തിയത്. BJP സംസ്ഥാന സമിതി അംഗം പാലമുറ്റത്ത് വിജയകുമാർ മാർച്ച് ഉദ്ഘാടനം ചെയ്തു. ഈ അംഗനവാടി വർക്കർ നിയമനവും അതേപോലെ തന്നെ ഏതാനും മാസങ്ങൾക്ക് മുമ്പ് ഹെൽപ്പർ നിയമനവുമായി ബന്ധപ്പെട്ട് ഇന്റർവ്യൂവും മറ്റു കാര്യങ്ങളൊക്കെ നടന്നു. പക്ഷെ കായംകുളത്ത് നഗരസഭയിലും അതേപോലെ ചുറ്റുവട്ടത്തുള്ള പല പഞ്ചായത്തുകളിലും ഈ നിയമനവുമായി ബന്ധപ്പെട്ട് ശുദ്ധ എമ്മാടിത്തരമാണ് കാണിച്ചിരിക്കുന്നത് ഭരണാധികാരികൾ. CPM-ന്റെ താല്പര്യമുള്ള ആളുകൾക്കും അവരുടെ പ്രധാനപ്പെട്ട ചുമതലക്കാർക്കും അവരുടെ ഭാര്യമാർക്കും. സുരേഷ് കുമാർ ആരക്കൽ അധ്യക്ഷത വഹിച്ചു. R രാജേഷ് മുഖ്യപ്രഭാഷണം നടത്തി.
അവിടെ LDF-ന്റെ എല്ലാ മുന്നണികളും ചേർന്നുകൊണ്ടാണ് ഇത്തരത്തിലുള്ള ഒരു ഗുണ്ടായുസ നടപടിയിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്നത്. അതിനെതിരെ വളരെ ശക്തമായ രീതിയിൽ ഭാരത ജനതാ പാർട്ടി ഇവിടെ പ്രതിഷേധ പ്രകടനങ്ങൾ ഇതിലും വലിയ സമര പരിപാടിയുമായിട്ട് മുന്നോട്ട് പോകുന്നതായിരിക്കും. വിപിൻ രാജ്, ബിജു ആമ്പക്കാട്ട, രാജശ്രീ കമ്മത്ത, സന്തോഷ് കണിയാമ്പറമ്പിൽ, മധുസൂദനൻ, സുഭാഷ് പ്ലാമൂട്ടിൽ, വേണുകുമാർ, സദാശിവൻ, പ്രസാദ് എന്നിവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, കായംകുളം. പുനലൂർ KSRTC ഡിപ്പോയിൽ അപകടത്തിൽപ്പെട്ട സ്ത്രീ മരിച്ചെന്ന് കരുതി സമരം ആരംഭിച്ച് യൂത്ത് കോൺഗ്രസ്. മരിച്ചിട്ടില്ല എന്ന അറിയിപ്പ് വന്നപ്പോൾ സമരത്തിന്റെ രൂപം മാറ്റി. ആഴ്ചയിൽ 2 മരണങ്ങൾ, ആളെക്കൊല്ലും ബസ് സ്റ്റേഷൻ, യാത്രക്കാരെ കൊന്നിടും, KSRTC ബസ് സ്റ്റേഷൻ. അപകടങ്ങൾ തുടർക്കഥയാകുന്ന പുനലൂർ KSRTC ഡിപ്പോ വിവിധ സംഘടനകളുടെ സമരകേന്ദ്രമാണ്. പുനലൂറുകാർക്ക് സുപരിചിതനായിരുന്ന കാഞ്ഞിരമല നിവാസി മണി എന്ന മുരുകേശൻ ജൂൺ 19 ട്രാൻസ്പോർട്ട് ബസ് തട്ടി നിലത്തു വീഴുകയും ബസ് കാലിലൂടെ കയറിയിറങ്ങി ഗുരുതരമായി പരിക്കുപറ്റി മെഡിക്കൽ കോളേജിൽ ചികിത്സയിലിരിക്കെ മരണമടഞ്ഞ സംഭവത്തെ തുടർന്ന് വലിയ പ്രതിഷേധമുയർന്നിരുന്നു. ദിവസങ്ങൾക്കുള്ളിൽ ആക്രിപറക്ക് ജീവിച്ചിരുന്ന കവിത എന്ന സ്ത്രീയുടെ കാലിലൂടെ ബസ് കയറുന്ന സംഭവവും ഉണ്ടായി. ആശുപത്രിയിൽ ചികിത്സയിലുള്ള കവിത മരണപ്പെട്ടു എന്ന അഭ്യൂഹമുണ്ടായപ്പോൾ തന്നെ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ ഡിപ്പോയിൽ സമരം ആരംഭിച്ചു. എന്നാൽ സമരം നടന്നുകൊണ്ടിരുന്നപ്പോൾ കവിത മരിച്ചിട്ടില്ല എന്ന അറിയിപ്പ് കിട്ടിയതിനെ തുടർന്ന് ഡിപ്പോയിൽ പ്രവർത്തിക്കുന്ന ക്യാന്റീൻ അടപ്പിച്ച് സമരം അവസാനിപ്പിക്കുകയായിരുന്നു യൂത്ത് കോൺഗ്രസ്. 1/1/2024 വരെ മാത്രം പ്രവർത്തിക്കാൻ ലൈസൻസ് ഉള്ള സ്ഥാപനമായിരുന്നു ഇത്. കഴിഞ്ഞ 1 വർഷവും 7 മാസവുമായി ലൈസൻസ് ഇല്ലാതെ പ്രവർത്തിക്കുന്ന ഈ സ്ഥാപനത്തിൽ നിന്നാണ് ആളുകൾ ഭക്ഷണം വാങ്ങിച്ച് കഴിച്ചുകൊണ്ടിരുന്നത്. ഈ പട്ടണത്തിലെ പ്രധാനപ്പെട്ട ഒരു ക്യാൻറ്റീൻ KSRTCയിലെ ഒരു യൂണിയൻ CIT യൂണിയന്റെ പേരിൽ ലൈസൻസ് കൊടുത്തിരിക്കുന്ന ഈ സ്ഥാപനം ജനുവരി മാസം നിങ്ങൾ നോക്കണം 1/1/2024 വരെ മാത്രം പ്രവർത്തിക്കാൻ അനുവാദം ഉണ്ടായിരുന്ന സ്ഥാപനമാണ്. കഴിഞ്ഞ 1 വർഷവും 7 മാസവുമായി ഇടതുപക്ഷ നേതാക്കന്മാരുടെ അനുമതിയോടുകൂടി വ്യാജമായി പ്രവർത്തിച്ചുകൊണ്ടിരുന്ന ക്യാൻറ്റീനാണ് ഇവിടെ പ്രവർത്തിക്കുന്ന. ഈ ക്യാൻറ്റീൻ ഇപ്പോൾ അടച്ചുപൂട്ടും. വിവിധ കാലങ്ങളിൽ കേരളത്തിലും പുനലൂർ നഗരസഭയിലും ഭരണരംഗത്തുള്ള സംഘടനകളും അവരുടെ യുവജന വിഭാഗങ്ങളും വലിയ പരിമിതികളുള്ള KSRTC ഡിപ്പോയിൽ അപകടങ്ങൾ ഉണ്ടാകുമ്പോൾ മുദ്രാവാക്യം വിളികളുമായി ഡിപ്പോയിലെത്തി കടമ നിർവഹിച്ച് കടന്നുപോകുമ്പോൾ ശാശ്വത പരിഹാരത്തിന് ആർക്കാണ് ഉത്തരവാദിത്തം എന്നറിയാതെ അന്തം വിട്ടു നിൽക്കുകയാണ് ജനങ്ങൾ. ന്യൂസ് ബ്യൂറോ, പുനലൂർ. കൃഷ്ണപുരം ഗ്രാമപഞ്ചായത്ത് ഓഫീസിന് മുന്നിൽ കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ ധർണ നടത്തി. അംഗനവാടി വർക്കർ നിയമനത്തിലെ ക്രമക്കേടിനെതിരെയും ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റിനെതിരെ BJP അംഗം അസഭ്യം പറഞ്ഞെന്നാരോപിച്ചുമാണ് ധർണ നടത്തിയത്. കൃഷ്ണപുരം മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റികളുടെ നേതൃത്വത്തിലായിരുന്നു ധർണ. അർഹരെ ഒഴിവാക്കി സംവരണ തത്വങ്ങൾ അട്ടിമറിച്ച് കൃഷ്ണപുരം ഗ്രാമപഞ്ചായത്തിൽ നടത്തിയ അംഗനവാടി നിയമനം പിൻവലിക്കണമെന്നാവശ്യപ്പെട്ടും ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ശ്രീലത ശശിക്കെതിരെ BJP അംഗം അസഭ്യം പറഞ്ഞതിൽ പ്രതിഷേധിച്ചുമാണ് കൃഷ്ണപുരം ഗ്രാമപഞ്ചായത്ത് ഓഫീസിന് മുന്നിൽ കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ ധർണ നടത്തിയത്. മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റികളുടെ നേതൃത്വത്തിലായിരുന്നു പ്രതിഷേധം. KPCC സെക്രട്ടറി N. രവി ധർണ ഉദ്ഘാടനം ചെയ്തു. ലോക യോഗാ ദിനത്തോടനുബന്ധിച്ച് കൃഷ്ണപുരം ആയുർവേദ ആശുപത്രിയിൽ യോഗ പരിപാടി നടത്തുന്നതിന് വേണ്ടി ഔദ്യോഗികമായി തീരുമാനിച്ച പരിപാടിയാണ്. എല്ലാ പഞ്ചായത്തുകളിലും ആശുപത്രികൾ, ആയുർവേദ ആശുപത്രി, ഹോമിയോ ആശുപത്രി ഒക്കെ കേന്ദ്രീകരിച്ച് നടന്നുകൊണ്ടിരുന്ന പരിപാടിയാണ്. അതിന്റെ ഭാഗം എന്ന നിലയിലാണ് കൃഷ്ണപുരം ഗ്രാമപഞ്ചായത്ത് ആയുർവേദ ആശുപത്രിയിലും ആ പരിപാടി സംഘടിപ്പിച്ചത്. അപ്പോൾ അവിടെ പഞ്ചായത്ത് പ്രസിഡന്റും വൈസ് പ്രസിഡന്റ് ശ്രീമതി ശ്രീലത ശശിയുടെയൊക്കെ നേതൃത്വത്തിലാണ് ആ പരിപാടി അവിടെ നടക്കുന്നത്. അപ്പോൾ അതിന്റെ മുഖ്യ സംഘാടകം എന്ന് പറയുന്നത് ആയുർവേദ ആശുപത്രി മെഡിക്കൽ സൂപ്രണ്ടും സ്റ്റാഫും ഒക്കെ തന്നെയാണ്. അവിടെ പരിപാടി ആരംഭിച്ചപ്പോൾ BJPയുടെ നേതാവ് ശ്രീ പാറയിൽ രാധാകൃഷ്ണന്റെയും 10ാം വാർഡ് മെമ്പറുടെയും നേതൃത്വത്തിൽ കുറെ BJP പ്രവർത്തകർ അതിക്രമിച്ച് അവിടെ കടന്നു വന്ന് അവിടെ സ്ഥാപിച്ചിരുന്ന ഈ യോഗാ പരിപാടിയുടെ ബാനർ വലിച്ചു കീറി പ്രതിഷേധിക്കുകയും അതിനെ എതിർത്ത പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ശ്രീമതി ശ്രീലത ശശിയെ വളരെ ആക്ഷേപകരമായ രീതിയിൽ അവരോട് പദപ്രയോഗം നടത്തി പെരുമാറുകയും ചെയ്ത ശ്രീ പാറയിൽ രാധാകൃഷ്ണന്റെ ആ വളരെ മോശപ്പെട്ട ആ നടപടിക്കെതിരായിട്ടാണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ ഇന്നിവിടെ ഇങ്ങനെ ഒരു പ്രതിഷേധ പരിപാടി സംഘടിപ്പിക്കുന്നത്. മണ്ഡലം പ്രസിഡന്റ് K. നാസർ അധ്യക്ഷത വഹിച്ചു. ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് ചിറപ്പുറത്ത് മുരളി മുഖ്യപ്രഭാഷണം നടത്തി. K. പത്മകുമാർ, K. ദേവദാസ്, തണ്ടളത്ത് മുരളി, ഹരി കോട്ടിരേത്ത്, ചന്ദ്ര ഗോപിനാഥ്,
ഷാനി കുരുമ്പോലിൽ, രാധാമണി രാജൻ, ശ്രീലത ശശി, മഞ്ജു ജഗദീഷ്, റസീന ബദർ, നദീർ, അജി ഗണേഷ്, KV രജികുമാർ തുടങ്ങിയവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, കായംകുളം. വിജ്ഞാന കേരളം പദ്ധതിയുടെ ഭാഗമായി നടപ്പാക്കുന്ന ജോബ് സ്റ്റേഷന്റെ പ്രവർത്തനം ചവറ ബ്ലോക്ക് പഞ്ചായത്തിൽ ആരംഭിച്ചു. അഭ്യസ്ത വിദ്യരായ തൊഴിലന്വേഷകർക്ക് തൊഴിൽ നൽകുകയാണ് പദ്ധതിയുടെ ലക്ഷ്യം. ബ്ലോക്ക് പഞ്ചായത്ത് പരിധിയിലെ അഭ്യസ്ത വിദ്യരായ തൊഴിൽ അന്വേഷകർക്ക് തൊഴിൽ നൽകുക എന്ന ലക്ഷ്യത്തോടെയാണ് ജോബ് സ്റ്റേഷൻ തുറന്നത്. വിജ്ഞാന കേരളം പദ്ധതിയുടെ ഭാഗമായാണ് ജോബ് സ്റ്റേഷന്റെ പ്രവർത്തനം ചവറ ബ്ലോക്ക് പഞ്ചായത്തിൽ ആരംഭിച്ചത്. ജോബ് സ്റ്റേഷന്റെ ഉദ്ഘാടനം ചവറ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് സന്തോഷ് തുപ്പാശ്ശേരി നിർവഹിച്ചു. ജോബ് സ്റ്റേഷന്റെ ഔദ്യോഗികമായ ഉദ്ഘാടനം നിർവഹിക്കുകയാണ്. പ്രദേശത്തുള്ള അഭ്യസ്തവിദ്യരായിട്ടുള്ള യുവതീ യുവാക്കൾക്ക് തൊഴിൽ ലഭ്യമാക്കാൻ കഴിയുന്ന ഒരു സംരംഭം ആരംഭിക്കണം, അല്ലെങ്കിൽ സംരംഭത്തിന് നേതൃത്വം കൊടുക്കണമെന്നുള്ള കാഴ്ചപ്പാടിന്റെ കൂടി അടിസ്ഥാനത്തിലാണ് ഇത്തരത്തിലുള്ള ജോബ് സ്റ്റേഷൻ ഇന്നിവിടെ ആരംഭിച്ചത്. ഇതുപോലെ തന്നെ പല ആളുകളും ഡിഗ്രി പാസ്സായിട്ടുള്ള ആളുകളുണ്ട്, SLC പാസ്സായിട്ടുള്ള ആളുകളുണ്ട്, വ്യത്യസ്തങ്ങളായിട്ട് നിരവധി ക്വാളിഫിക്കേഷൻ ഉള്ളവരുണ്ട്. പക്ഷെ ഇവർക്കൊന്നും സർക്കാർ തലങ്ങളിൽ ജോലി കിട്ടാത്തത് കൊണ്ട് തന്നെ ഇവരുടെ ജീവിതത്തിലെ ഒരു ജോലി എന്നുള്ളത് സർക്കാർ മേഖല അല്ലാതെ ഒരു ജോലിയെ കുറിച്ചുള്ള അവസരങ്ങൾ പോലും പലപ്പോഴും അറിയാറില്ല. അപ്പൊ ഇത്തരം അവസരങ്ങളെ നമ്മൾ ആളുകളിലേക്ക് എത്തിക്കുകയും അത് പ്രയോജനപ്പെടുത്തുകയും ചെയ്യുക എന്ന ലക്ഷ്യത്തോടു കൂടിയാണ് നമ്മൾ ഈ പദ്ധതിക്ക് നേതൃത്വം കൊടുത്തിട്ടുള്ളത്. ആ പദ്ധതിയുടെ ഭാഗമായിട്ടാണ് നമ്മൾ ജോബ് സ്റ്റേഷൻ ഉദ്ഘാടനം ചെയ്തത്. അപ്പൊ അത് ഈ ഔപചാരികമായ ഉദ്ഘാടനത്തിന്റെ പ്രഖ്യാപനം മാത്രമാണ് ഇപ്പോൾ ഇവിടെ നടക്കുന്നത്. വൈസ് പ്രസിഡന്റ് സോഫിയ സലാം അധ്യക്ഷത വഹിച്ചു. പ്രസിഡന്റ് ഉണ്ണിത്താൻ, ജോസുമൽ രാജ, സജിയനി, ജോയി ആന്റണി, സി രതീഷ്, സീനത്ത, പന്മന ബാലകൃഷ്ണൻ, പ്രഭാകരൻ പിള്ള, പ്രേംശങ്കർ എസ്, ജനപ്രതിനിധികൾ, ഉദ്യോഗസ്ഥർ തുടങ്ങിയവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, ചവറ. കഞ്ചാവുമായി യുവാവ് അറസ്റ്റിൽ. കൊട്ടാരക്കര കുമ്മിൾ മങ്കാട് സ്വദേശി സച്ചിനാണ് അറസ്റ്റിലായത്. 1.451 കിലോഗ്രാം കഞ്ചാവ് ഇയാളിൽ നിന്നും പിടിച്ചെടുത്തു. ചടയമംഗലം എക്സൈസ് റേഞ്ച് ഇൻസ്പെക്ടറുടെ നേതൃത്വത്തിൽ കടയ്ക്കൽ മാർക്കറ്റിന് സമീപം നടത്തിയ പരിശോധനയിലാണ് കഞ്ചാവ് പിടിച്ചെടുത്തത്. ചടയമംഗലം എക്സൈസ് റേഞ്ച് ഇൻസ്പെക്ടർ രാജേഷിന്റെ നേതൃത്വത്തിൽ കടയ്ക്കൽ മാർക്കറ്റിന് സമീപം നടത്തിയ പരിശോധനയിലാണ് 1.451 കിലോഗ്രാം കഞ്ചാവ് കൈവശം വെച്ചതിന് കൊട്ടാരക്കര കുമ്മിൾ മങ്കാട് സച്ചിൻ നിവാസിൽ 31-കാരനായ സച്ചിനെ അറസ്റ്റ് ചെയ്തത്. കടയ്ക്കൽ മാർക്കറ്റിലും പരിസരത്തും സന്ധ്യാസമയങ്ങളിൽ ലഹരി വസ്തുക്കളുടെ കൈമാറ്റവും വിൽപ്പനയും നടക്കുന്നുണ്ടെന്ന രഹസ്യ വിവരത്തിന്റെ അടിസ്ഥാനത്തിലായിരുന്നു പരിശോധന. കടയ്ക്കൽ മാർക്കറ്റ് കേന്ദ്രീകരിച്ച് ലഹരി വ്യാപാരമുണ്ടെന്നുള്ള ഒരു ഇൻഫർമേഷൻ നേരത്തെ ഉണ്ടായിരുന്നു. അപ്പോൾ അതനുസരിച്ച് ഇങ്ങനെ പെട്രോൾ ചെയ്ത് വരുന്ന സമയത്താണ് ഈ മങ്കാട് സ്വദേശിയായിട്ട് സച്ചിനിൽ നിന്നും 1.5 കിലോയോളം കഞ്ചാവ് പിടികൂടിയത്. കഴിഞ്ഞ കുറേ നാളുകളായി സച്ചിനും ഇയാളുടെ സുഹൃത്തുക്കളും ചേർന്ന് കഞ്ചാവ് കച്ചവടം നടത്തിവരികയായിരുന്നു. ഇതര സംസ്ഥാനങ്ങളിൽ നിന്നും കഞ്ചാവ് എത്തിച്ച് ചെറു പൊതുകളിലാക്കി വിൽപ്പന നടത്തുന്നതായിരുന്നു ഇവരുടെ രീതി. സംഘത്തിലുള്ള മറ്റുള്ളവരെ കുറിച്ച് വിവരം ലഭിച്ചിട്ടുണ്ടെന്നും ഇവർ ഉടൻ അറസ്റ്റിലാകുമെന്നും എക്സൈസ് പറഞ്ഞു. പ്രിവന്റീവ് ഓഫീസർമാരായ സനൽകുമാർ, ബിനീഷ്, സിഇഒമാരായ സബീർ, ബിൻസാഗർ, ശ്രേയസ്, ഉമേഷ്, നിഷാന്ത് JR, സാബു എന്നിവരും പരിശോധനാ സംഘത്തിലുണ്ടായിരുന്നു. ന്യൂസ് ബ്യൂറോ, കൊല്ലം. പുറമ്പോക്കിൽ മുറിച്ചിട്ട തടികൾ നശിക്കുന്നു. മലയോര ഹൈവേയിൽ പുനലൂർ അടുക്കളമൂലയ്ക്കും ചുടുകട്ടയ്ക്കും മധ്യേ കടപുഴകി വീണത് മുറിച്ചു നീക്കിയതുമായ മരങ്ങളാണ് വഴിയരികിൽ ചിതലരിക്കുന്നത്. ലക്ഷങ്ങൾ വിലമതിക്കുന്ന ആഞ്ഞിലി മരങ്ങൾ ഉൾപ്പെടെയാണ് നശിക്കുന്നത്. സമയബന്ധിതമായി ലേലം ചെയ്തു വിൽക്കാൻ നടപടി ഉണ്ടാകാത്തതാണ് തടികൾ നശിക്കാൻ കാരണമാകുന്നത്. 2023 ജൂലൈയിൽ ദേശീയപാതയ്ക്ക് കുറുകെ കടപുഴകി വീണ കൂറ്റൻ ആഞ്ഞിലിമരത്തിന്റെ തടി ദ്രവിച്ചു തുടങ്ങിയ നിലയിലാണ്. മരം ലേലം ചെയ്യുന്നതിന് വിലയിട്ട് നൽകണമെന്ന് മരാമത്ത് വകുപ്പ് വനം വകുപ്പിനോട് ആവശ്യപ്പെട്ടിരുന്നു. എന്നാൽ മരം കാട് മൂടിക്കിടക്കുന്നതിനാൽ കാട് നീക്കി നൽകണമെന്ന് വനം വകുപ്പ് ആവശ്യപ്പെട്ടു. തുടർന്ന് തടി സ്ഥാനം മാറ്റി കാട് നീക്കി നൽകിയെങ്കിലും നടപടികൾ ഉണ്ടായില്ല. തടിയുടെ പല ഭാഗങ്ങളും ചിതലരിക്കുകയാണ്. അന്ന് റോഡിന്റെ ചുമതലയുണ്ടായിരുന്ന കേരള റോഡ് ഫണ്ട് ബോർഡ് സമീപത്തെ കൂറ്റൻ മാവ് ഉൾപ്പെടെ പല മരങ്ങളും മുറിച്ചു നീക്കിയിരുന്നു. ഇവയുടെ കൂറ്റൻ തടികളും വഴിയോരത്ത് ഉപേക്ഷിക്കുകയായിരുന്നു. ഈ തടികളും ഏതാണ്ട് നശിച്ച നിലയിലാണ്. റോഡ് പിന്നീട് മരാമത്ത് വകുപ്പിന് കൈമാറിയതിനാൽ തുടർ നടപടികൾ മരാമത്ത് വകുപ്പിന്റെ ചുമതലയിലായി. വിലയിട്ടു കിട്ടിയാൽ മാത്രമേ തടികൾ ലേലം ചെയ്ത് വിൽക്കാൻ കഴിയൂ. തടികൾക്ക് അസാധാരണ വലിപ്പമായതിനാൽ സുരക്ഷിത സ്ഥാനത്തേക്ക് നീക്കം ചെയ്യാൻ മരാമത്ത് വകുപ്പിന് സംവിധാനവുമില്ല. സർക്കാർ സംവിധാനങ്ങളുടെ മെല്ലെപ്പോക്കും അനാസ്ഥയും മൂലം ലക്ഷങ്ങളാണ് ഇവിടെ ചിതലരിക്കുന്നത്. മുമ്പും ഇവിടെ വഴിയരികിൽ ഉപേക്ഷിച്ച മരങ്ങൾ ദ്രവിച്ച് നശിച്ചിരുന്നു. ന്യൂസ് ബ്യൂറോ, പുനലൂർ.
സൗത്ത് വോയിസ് ബിസിനസ് മീറ്റ് ഓച്ചിറയിൽ നടത്തി. OCVയിൽ സംഘടിപ്പിച്ച ബിസിനസ് മീറ്റിനൊപ്പം ഓച്ചിറ മേഖലയിലെ ജില്ലാതല വിദ്യാഭ്യാസ അവാർഡ് വിതരണവും സംഘടിപ്പിച്ചു. സൗത്ത് വോയിസ് പുതിയ ബിസിനസ് സംരംഭങ്ങളുടെ വിശദീകരണവും നടത്തി. സൗത്ത് വോയിസ് ബിസിനസ് മീറ്റാണ് ഓച്ചിറ OCVയിൽ സംഘടിപ്പിച്ചത്. സബ് ഡിസ്ട്രിബ്യൂഷൻ തലത്തിലുള്ള ബിസിനസ് മീറ്റാണ് നടന്നത്. കേരള വിഷൻ, സൗത്ത് വിഷൻ ജില്ലാതല വിദ്യാഭ്യാസ അവാർഡ് വിതരണത്തിൽ പങ്കെടുക്കാൻ കഴിയാതിരുന്ന ഓച്ചിറ മേഖലയിലെ വിദ്യാർത്ഥികൾക്കുള്ള അവാർഡ് വിതരണവും ഇതോടനുബന്ധിച്ച് നടത്തി. സൗത്ത് വിഷൻ ചെയർമാൻ P. ബിനു അധ്യക്ഷത വഹിച്ചു. OCV മാനേജിംഗ് ഡയറക്ടർ അഫ്സൽ സ്വാഗതം പറഞ്ഞു. സൗത്ത് വോയിസ് MDയും COA സംസ്ഥാന ട്രഷററുമായ ബിനു ശിവദാസ് റിപ്പോർട്ട് അവതരിപ്പിച്ചു. ബോധപൂർവമോ അല്ലാതെയോ ആ കുട്ടി ആ തലത്തിലേക്ക് മാറ്റുന്നതിന് നമ്മൾ പോലും അറിയാത്ത റാക്കറ്റ് ഉണ്ട് രാജ്യത്ത്. നമ്മളിപ്പോൾ പറഞ്ഞാലേ ഇന്നലെ കണ്ണൂർ ജില്ലയിൽ ഒരു കുഞ്ഞ് മരിച്ചു, തെരുവ് പട്ടി കടിച്ചിട്ടാണ്. 18 വരെ പട്ടി കടിച്ചു. ആ പട്ടിക്ക് പേവിഷബാധ, പട്ടിയുടെ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ ആ പട്ടിക്ക് പേവിഷബാധയാണ്. പക്ഷെ കുഞ്ഞ് മരിച്ചുപോയി. എന്താ പക്ഷെ തെരുവ് പട്ടിയെ കൊല്ലാതെ എന്താ? OCV ചെയർമാൻ അനിൽകുമാർ, COA മേഖലാ പ്രസിഡന്റ് രാധാകൃഷ്ണൻ റൂഫ്വേൽഡ്, COA മേഖലാ സെക്രട്ടറി അനു, സൗത്ത് വോയിസ് ഡയറക്ടർമാരായ താജ് ഗോപാൽ, ഷിബു പ്രതാപൻ, രാജീവ് കുഴിയം, അജി മണപ്പള്ളി, തിലകരാജ് തുടങ്ങിയവർ പങ്കെടുത്തു. മനു നന്ദി രേഖപ്പെടുത്തി. സൗത്ത് വിഷന്റെ ബിസിനസ് സംരംഭങ്ങളായ സൗത്ത് സോളാർ, ടെലിവിഷൻ, ഇലക്ട്രിക് സ്കൂട്ടർ, ഇലക്ട്രിക് സൈക്കിൾ എന്നിവയെക്കുറിച്ചുള്ള വിശദീകരണവും നടന്നു. താവകാത്മാവിനുള്ളിലെ നിത്യദാഹമായിരുന്നെങ്കിൽ ഞാൻ. ന്യൂസ് ബ്യൂറോ, ഓച്ചിറ. കേരള സ്റ്റേറ്റ് സർവീസ് പെൻഷനേഴ്സ് അസോസിയേഷൻ കരദിനാചരണം നടത്തി. 12ാം ശമ്പള പരിഷ്കരണം അനിശ്ചിതമായി നീട്ടിക്കൊണ്ടുപോകുന്ന സർക്കാർ നിലപാടിൽ പ്രതിഷേധിച്ചാണ് കരദിനാചരണം നടത്തിയത്. ഇതിന്റെ ഭാഗമായി കരുനാഗപ്പള്ളി സബ് ട്രഷറിക്ക് മുന്നിൽ അസോസിയേഷൻ ധർണ നടത്തി. 12ാം ശമ്പള പരിഷ്കരണം അനിശ്ചിതമായി നീട്ടുന്ന സർക്കാർ നടപടിയിൽ പ്രതിഷേധിച്ചാണ് കേരള സ്റ്റേറ്റ് സർവീസ് പെൻഷനേഴ്സ് അസോസിയേഷന്റെ നേതൃത്വത്തിൽ സംസ്ഥാന വ്യാപകമായി കരിദിനാചരണം സംഘടിപ്പിച്ചത്. ഇതിന്റെ ഭാഗമായി കരുനാഗപ്പള്ളി ട്രഷറിക്ക് മുന്നിൽ ധർണ സംഘടിപ്പിച്ചു. സംസ്ഥാന സെക്രട്ടറി M. സുജയ് ഉദ്ഘാടനം ചെയ്തു. പണിമുടക്കൊക്കെ നടത്താൻ പോവുകയാണ്. പണ്ടെന്നോ പറഞ്ഞു താലിമാല വിറ്റ് ഗവൺമെന്റിനെ സംരക്ഷിക്കണം. ഇനി നിങ്ങൾ താലിമാലയല്ല വാക്കെന്ന് ഞാൻ പറഞ്ഞാൽ എന്ത് വിറ്റായാലും 5-6 മാസം കൂടി കേരളത്തിലെ ജനത ഇത് സഹിക്കും. അത് കഴിഞ്ഞ് UDFന്റെ കാലം വരും, ജീവനക്കാരുടെ കാലം വരും, പെൻഷൻകാരുടെ കാലം വരും, ജനകീയ ജനാധിപത്യത്തിന്റെ കാലം വരും, ഉമ്മൻചാണ്ടിയുടെ കാലം വരുമെന്ന് മാത്രം പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. നമസ്കാരം. സംസ്ഥാനത്തെ സർവീസ് പെൻഷൻകാർക്കും ജീവനക്കാർക്കും ജൂലൈ 1 മുതൽ നടപ്പാക്കേണ്ട പെൻഷൻ ശമ്പള പരിഷ്കരണം അടിയന്തരമായി നടപ്പാക്കണമെന്ന് അദ്ദേഹം ആവശ്യപ്പെട്ടു. കുടിശ്ശികയായ 18% ക്ഷാമാശ്വാസം അനുവദിക്കുക, മെഡിസെപ്പിലെ അപാകതകൾ പരിഹരിച്ച് കുറ്റമറ്റതാക്കുക തുടങ്ങിയ ആവശ്യങ്ങളും പ്രതിഷേധക്കാർ ഉന്നയിച്ചു. നിയോജകമണ്ഡലം പ്രസിഡന്റ് E. അബ്ദുൽ സലാം അധ്യക്ഷത വഹിച്ചു. ജില്ലാ വൈസ് പ്രസിഡന്റ് H. മാരിയത്ത് ബീവി, ജില്ലാ ജോയിന്റ് സെക്രട്ടറി R. രാജശേഖരൻ പിള്ള, ലത്തീഫ് ഒറ്റത്തെങ്ങിൽ, പ്രൊഫസർ R. രവീന്ദ്രൻ നായർ, ഇടവരമ്പിൽ ശ്രീകുമാർ, P. സോമൻപിള്ള, മുഹമ്മദ് മുസ്തഫ, S. ശർമിള, G. വിനയൻ, രാധാമണി, സതീശൻ, പരിമളം വിജയൻ, അഡ്വക്കേറ്റ് S. ഗോപാലകൃഷ്ണപിള്ള തുടങ്ങിയവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, കരുനാഗപ്പള്ളി. അഭിമന്യു രക്തസാക്ഷി ദിനാചരണം സംഘടിപ്പിച്ചു. SFI അഞ്ചൽ ഏരിയ കമ്മിറ്റിയുടെ നേതൃത്വത്തിലാണ് രക്തസാക്ഷി ദിനാചരണം നടത്തിയത്. അഭിമന്യു കൊല്ലപ്പെട്ട രാത്രി 12-ന് ജ്വാല തെളിയിക്കുകയും വർഗീയത തുലയട്ടെ എന്ന് ചുവരെഴുതുകയും ചെയ്തു. എറണാകുളം മഹാരാജാസ് കോളേജിൽ കൊല ചെയ്യപ്പെട്ട SFI നേതാവ് അഭിമന്യുവിന്റെ രക്തസാക്ഷി ദിനാചരണമാണ് SFI അഞ്ചൽ ഏരിയ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ആചരിച്ചത്. അഞ്ചൽ RO ജംഗ്ഷനിലായിരുന്നു പരിപാടി. അഭിമന്യു കൊല്ലപ്പെട്ട രാത്രി 12-ന് ജ്വാല തെളിയിക്കുകയും വർഗീയത തുലയട്ടെ എന്ന ചുവരെഴുത്ത് നടത്തുകയും ചെയ്തു. SFI മുൻ ജില്ലാ പ്രസിഡന്റ് AR അസ്ലം ഉദ്ഘാടനം ചെയ്തു. പാവപ്പെട്ട ഒരു വിദ്യാർത്ഥി SFIയുടെ സജീവ സഖാവ് അഭിമന്യു അരിങ്കൊല ചെയ്യപ്പെട്ട ദിവസമാണ്. ഈ സമയത്താണ് നമ്മുടെ ധീരനായ പോരാളി രക്തസാക്ഷി സഖാവ് അഭിമന്യുവിനെ പോപ്പുലർ ഫ്രണ്ട്, ക്യാമ്പസ് ഫ്രണ്ട് മത തീവ്രവാദികളാൽ കൊല ചെയ്യപ്പെടുന്നു. വർത്തമാനകാല കേരളത്തിൽ മതമൗലികവാദികളുടെ വല്ലാത്ത ഇടപെടൽ ഇന്ന് കേരളീയ രാഷ്ട്രീയത്തിൽ ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ്.
വലതുപക്ഷ രാഷ്ട്രീയം എല്ലാ കാലത്തും ഇടതുപക്ഷ രാഷ്ട്രീയത്തിന്റെ തെളിമയാർന്ന പോരാളികളെ അരിങ്കൊല ചെയ്താണ് മുന്നോട്ട് പോയിട്ടുള്ളത്. ഒട്ടനവധി അനുഭവങ്ങൾ നമ്മുടെ ഈ നാട്ടിലുണ്ട്. മതവർഗീയ രാഷ്ട്രീയ സംഘടനകളെ എല്ലാം ചേർത്ത് പിടിച്ചുകൊണ്ടാണ് ഇന്ന് കേരളത്തിൽ UDFും കോൺഗ്രസും അതിന്റെ രാഷ്ട്രീയ അധികാര ലക്ഷ്യത്തിലേക്ക് ഉള്ള പ്രയാണം നടത്തിക്കൊണ്ടിരിക്കുന്നത്. അഞ്ചൽ ബ്ലോക്ക് പ്രസിഡന്റ് അതുൽ അധ്യക്ഷത വഹിച്ചു. SFI ഏരിയ സെക്രട്ടറി ബുഹാരി സ്വാഗതം പറഞ്ഞു. DYFI ജില്ലാ കമ്മിറ്റി അംഗം രാംരാജ്, ബ്ലോക്ക് സെക്രട്ടറി ഷൈൻ ബാബു, പ്രസിഡന്റ് അഭിലാഷ്, SFI ജില്ലാ കമ്മിറ്റി അംഗം അക്ഷയ് തുടങ്ങിയവർ നേതൃത്വം നൽകി. ന്യൂസ് ബ്യൂറോ, അഞ്ചൽ. പ്രധാന വാർത്തകൾ വീണ്ടും. പോക്സോ കേസിൽ 39-കാരനായ അമ്മയുടെ സുഹൃത്ത് പിടിയിൽ. പുനലൂർ വെഞ്ചേമ്പ് സ്വദേശി സജീറിനെയാണ് അറസ്റ്റ് ചെയ്തത്. പെൺകുട്ടിയുടെ പരാതിയിൽ മലപ്പുറത്തു നിന്നുമാണ് ഇയാൾ പിടിയിലായത്. കഴിഞ്ഞ ദിവസത്തെ സമരത്തെ തുടർന്ന് നൽകിയ ഉറപ്പുകൾ പാലിച്ചില്ലെന്നും പരാതി. പുനലൂർ KSRTC ഡിപ്പോയിൽ കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ വീണ്ടും പ്രതിഷേധം. കഞ്ചാവുമായി യുവാവ് അറസ്റ്റിൽ. കൊട്ടാരക്കര കുമ്മൾ മങ്കാട് സ്വദേശി സച്ചിനാണ് അറസ്റ്റിലായത്. 1.451 കിലോഗ്രാം കഞ്ചാവ് പിടിച്ചെടുത്തു. പുറമ്പോക്കിൽ മുറിച്ചിട്ട തടികൾ നശിക്കുന്നു. മലയോര ഹൈവേയിൽ പുനലൂർ അടുക്കളമൂലയ്ക്കും ചുടുകട്ടയ്ക്കും മധ്യേ വഴിയരികിലാണ് മരങ്ങൾ നശിക്കുന്നത്. സമയബന്ധിതമായി ലേലം ചെയ്ത് വിൽക്കാൻ നടപടിയുണ്ടാവാത്തതാണ് തടികൾ നശിക്കാൻ കാരണം. ഈ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.